ഗബ്രിയുമായി ജാസ്മിന് റിലേഷൻഷിപ്പ് തോന്നുകയാണെങ്കിൽ അത് ജാസ്മിൻ്റെ ലൈഫിലെ ഏറ്റവും മോശമായ തീരുമാനമായിരിക്കും. ഗബ്രി ഒരു മൊയന്താണ്. എന്തിനാണ് ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ജാസ്മിൻ്റെ സുഹൃത്തും യൂട്യൂബറുമായ ഹെയ്തി സാദിയ. ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ ഈ സീസണിൽ കിരീടം ചൂടേണ്ട മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ. അത്രയ്ക്ക് ശക്തിയായ ഒരു ഗെയിമറായിരുന്നു ജാസ്മിൻ ജാഫർ. പക്ഷേ ഇപ്പോൾ ഏറ്റവും മോശം ഗെയിം ഹൗസിൽ കാഴ്ചവെക്കുന്നതും ജാസ്മിനാണ്. എന്താണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധമെന്ന് പോലും പ്രേക്ഷകർക്ക് വ്യക്തമാക്കി കൊടുക്കാതെ ലവ് ട്രാക്കുമായി മുന്നോട്ട് പോയതോടെ പ്രേക്ഷകർ പൂർണ്ണമായും ഇവരെ വെറുത്തു. ജാസ്മിൻ മത്സരിക്കാനെത്തിയപ്പോൾ സുഹൃത്തുക്കൾക്കെല്ലാം വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗബ്രിക്ക് വേണ്ടി ജാസ്മിൻ എന്തിന് ഫൈറ്റ് ചെയ്യുന്നുവെന്ന് അറിയില്ല എന്നാണ് ഹെയ്തി സാദിയ പുതിയ വീഡിയോയിൽ പറയുന്നത്. ഗബ്രിയുമായി ജാസ്മിന് റിലേഷൻഷിപ്പ് തോന്നുകയാണെങ്കിൽ അത് ജാസ്മിന്റെ ലൈഫിലെ ഏറ്റവും മോശമായ തീരുമാനമായിരിക്കുമെന്നും ഹെയ്തി സാദിയ പറയുന്നുണ്ട്. ജാസ്മിന്റെ എക്സ് റിലേഷൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കവേ ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന അഫ്സൽ ഇടിച്ചു കയറി വന്ന് ആ സ്പേസ് എടുക്കുകയായിരുന്നുവെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കണ്ടു. പക്ഷെ അതിലൊന്നും സത്യമില്ല എന്നും ഹെയ്തി പറയുന്നുണ്ട്. കാരണം അഫ്സൽ അമീറിനെ തനിക്ക് അറിയാവുന്നതാണ്. ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന് പോയപ്പോഴാണ് അഫ്സലും ജാസ്മിനും എല്ലാവരും സുഹൃത്തുക്കളായത്. ആ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിന് ഇതിനു മുൻപുള്ള റിലേഷനിൽ ബ്രേക്കപ്പ് ഉണ്ടായത്. അന്ന് ജാസ്മിൻ ഒരുപാട് കരഞ്ഞുവെന്നും ഒരുപാട് സഫർ ചെയ്തത് സുഹൃത്തുക്കൾ കണ്ടതാണെന്നും അന്നൊന്നും അഫ്സലും ജാസ്മിനും തമ്മിൽ പ്രണയത്തിലായിരുന്നില്ല. ആ ബന്ധം ബ്രേക്കപ്പായി കുറച്ചു കഴിഞ്ഞാണ് ഇരുവരും പ്രണയം തുറന്നു പറഞ്ഞതും പ്രണയത്തിലായതുമെന്നാണ് ഹെയ്തി പറയുന്നത്. അഫ്സലും ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോവുകയായിരുന്നു. ജാസ്മിൻ ചതിച്ചുവെന്ന് അഫ്സലിന് തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. സുഹൃത്താണ് ജാസ്മിനെങ്കിലും അഫ്സലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്നും ഹെയ്തി സാദിയ വ്യക്തമാക്കുന്നുണ്ട്. അഫ്സലിന് ഹോപ്പ് കൊടുത്തിട്ട് ഗബ്രിയുമായി അടുത്തിടപഴകുന്നത് കാണുമ്പോൾ അത് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. മുന്ന എന്ന മുൻകാമുകൻ പോകാൻ കാത്തിരുന്നിട്ട് അഫ്സൽ ജാസ്മിനുമായി പ്രണയത്തിലായതല്ല. പലരും അങ്ങനെയാണെന്ന് കരുതി അഫ്സലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ നിന്നും തിരിച്ചു വന്ന ശേഷം ജാസ്മിൻ ഇതിനെല്ലാത്തിനും മറുപടി കൊടുക്കേണ്ടി വരും. അഫ്സലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കരമാണ്. അത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരാളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് ശരിയല്ല എന്നും അതുപോലെ ജാസ്മിനെ ഒരിക്കലും താൻ വെള്ളപൂശില്ല എന്നും ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ അതിനോട് ജസ്റ്റിസ് കാണിക്കണം, ലോയൽ ആയിരിക്കണം. മാത്രമല്ല ഗബ്രി എന്ന ചെറുക്കനുമായി ജാസ്മിന് റിലേഷൻഷിപ്പ് തോന്നുകയാണെങ്കിൽ അത് അവളുടെ ലൈഫിലെ ഏറ്റവും മോശമായ തീരുമാനമായിരിക്കുമെന്നും കാരണം ഒരു പേഴ്സണാലിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു ചെറുക്കനാണ് ഗബ്രി എന്നും ഹെയ്തി പറയുന്നു. ഞാൻ നിന്റെ അമ്മയാണ്, അച്ഛനാണ്, കാമുകനാണ് എന്നൊക്കെ പറയുന്ന ഒരാൾ ഒരു പെൺകുട്ടിക്ക് പീരീഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് പോലും അവൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സില്ലാത്ത നോറയുടെ ഭാഷയിൽ പറഞ്ഞാൽ മൊയന്തായിട്ടുള്ള ഒരുത്തനാണ് ഗബ്രി. ആ ഗബ്രിക്ക് വേണ്ടി ജാസ്മിൻ എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഗബ്രി ഔട്ടായി പോയിരുന്നെങ്കിൽ ജാസ്മിന്റെ കളി മാറും. ജാസ്മിൻ ഇൻഡിവിജ്വൽ പ്ലേ പുറത്തെടുത്ത് ബെസ്റ്റായി കളിച്ച് വിൻ ചെയ്യും. ഇപ്പോൾ ഹൗസിൽ വിൻ ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ബിഗ് ബോസ് മെറ്റീരിയലായ മത്സരാർത്ഥി ജാസ്മിൻ തന്നെയാണ്. ഗബ്രി എന്ന മൊയന്ത് ജാസ്മിനെ ഉപദ്രവിക്കുന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ജാസ്മിന് നെഗറ്റീവ് വരുന്നത്. ഗബ്രിയുടെ നെഗറ്റീവ് കൂടി ജാസ്മിൻ ആണ് കിട്ടുന്നത്. ഗബ്രിയോട് ജാസ്മിൻ ഇപ്പോൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഒട്ടും ദഹിക്കുന്ന ഒന്നല്ലെന്നുമാണ് ഹെയ്തി സാദിയ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.